Okay, horn number 2. രണ്ടാമത്തെ തരത്തിലുള്ള കൊമ്പ്. The topmost portion of a mountain is called a horn. ഒരു പർവ്വതത്തിന്റെ മുകളിലെ ഭാഗത്തെ ഒരു കൊമ്പ് എന്ന് പറയുന്നു. If you look at the shape of a mountain, ഒരു പർവ്വതത്തിന്റെ ആകൃതി നാം നോക്കുന്നുവെങ്കിൽ it looks like a cone shaped mountain. അത് ഒരു കോണിന്റെ ആകൃതിയിലായിരിക്കുന്നു. And that is called the horn of the mountain. അതാകുന്നു ഒരു പർവ്വതത്തിന്റെ കൊമ്പ് എന്ന് പറയുന്നത്. What does it symbolize? എന്താണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്? When we say horn, നാം കൊമ്പ് എന്ന് പറയുമ്പോൾ we are trying to lift ourselves by our own might. നാം നമ്മുടേതായ ശക്തിയിൽ നാം ഉയർത്തുവാൻ ശ്രമിക്കുന്നത് എത്രയോ അത് പ്രതിനിധാനം ചെയ്യുന്നത്. Many times we forget that it is God who lifts up. പലപ്പോഴും നാം മറന്നു പോകുന്നു ദൈവമാണ് നമ്മെ ഉയർത്തുന്നത് എന്ന്. Man on his own strength tries to lift him up. മനുഷ്യൻ അവന്റെ തന്നെ ശക്തിയിൽ അവൻ ഉയരുവാൻ ശ്രമിക്കുന്നു, without relying on God. ദൈവത്തിൽ ആശ്രയിക്കാതെ. My dear brother, sister, എന്റെ പ്രിയ സഹോദര സഹോദരി, please don't do that. ദയവായി അത് ചെയ്യരുത്. Understand that my God is the God who lifts up one and puts the other down. ഒരു കാര്യം മനസ്സിലാക്കിയാട്ടെ, ദൈവമാണ് ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നവൻ. Horn number 3. മൂന്നാമത്തെ കൊമ്പ്. In olden days, പഴയ നിയമകാലത്ത്, when countries were getting ready to wage war between one another, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുമ്പോൾ, before the soldiers or the warriors could go, ഓരോ പടയാളികൾ അവർ ചലിക്കുന്നതിന് മുൻപായി, or the warriors could go, ആ പടയാളികൾ പോകുന്നതിന് മുൻപ്, there was a team with trumpets. കാഹളത്തോടൊപ്പം നയിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. And this trumpet was called the horn. ഈ കാഹളത്തിനെ കൊമ്പ് എന്ന് പറയുന്നു. And these people, this group of people used to go before the enemy's camp and they used to blow the horn. ഈ കാഹളം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ടീം അവർക്ക് മുൻപായി കടന്നുപോയി ശത്രു ക്യാമ്പിന്റെ മുമ്പാകെ അവർ അത് ഊതുമായിരുന്നു. When they blow the horn, അപ്രകാരം അവർ ആ കൊമ്പിലൂടെ ഊതുമ്പോൾ, it symbolizes that we are ready to wage the war. അത് ഇപ്രകാരം പ്രതിദാനം ചെയ്യുന്നു, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാർ. Now what does it mean for us? എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കുന്നത്? Many times പലപ്പോഴും we try to self market ourselves. നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തി കാണിക്കുന്നു. We try marketing ourselves. നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ വിൽപ്പാൻ ശ്രമിക്കുന്നു. Let me tell you one big truth today. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വലിയ സത്യം പറയട്ടെ. Once you stop doing that, ഒരിക്കൽ നിങ്ങൾ ഇത് നിർത്തിയാൽ, God will lift you up. ദൈവം നിങ്ങളെ ഉയർത്തും. Hallelujah. 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 God is going to lift us up. ദൈവം നമ്മെ ഉയർത്തും. Verse number 6. ആറാമത്തെ വാക്യം. It is written, അതിപ്രകാരം എഴുതിയിരിക്കുന്നു, for promotion comes neither from the east nor from the west nor from the south. കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. It is not written where it is coming from. എവിടെ നിന്നത് വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. But if you read the verse carefully, എന്നാൽ ഈ വേദപുസ്തകം നാം വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ, it doesn't come from south. അത് തെക്ക് നിന്ന് വരുന്നില്ല. It doesn't come from east. അത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല. It doesn't come from west. അത് തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. But it comes from my God Almighty. എന്നാൽ എന്റെ സർവശക്തനായ ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വരുന്നു. It comes from above. അത് ഉയരത്തിൽ നിന്ന് വരുന്നു. If you read the verse, you will find that north is missing. ഈ വചനം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വടക്ക് കാണുവാനായി കഴിയുന്നില്ല. It is from above. അത് ഉയരത്തിൽ നിന്നാണ് ഉയർച്ച വരുന്നത്. It is from the King of Kings and Lord of Lords. അത് രാജാതി രാജാവിന്റെയും കർത്താവിന്റെയും അടുക്കൽ നിന്നാണ് ഉയർച്ച വരുന്നത്. The creator of this universe. ഈ ലോകത്തിന്റെ സൃഷ്ടിതാവിന്റെ അടുക്കൽ നിന്ന്. The maker of the earth. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം. The omnipotent God. സർവ്വവ്യാപിയായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. The omnipresent God. സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. The El Shaddai. എൽ ശദ്ദായായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. The Yehovah Rapha God. യഹോവ റാഫയായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നിന്ന്. The Yehovah Nissi God. നമ്മുടെ ജയകൊടിയായിരിക്കുന്ന യഹോവ നിസ്സിയുടെ അടുക്കൽ നിന്ന്. It is from him that the promotion comes. ആ ദൈവത്തിന്റെ അടുക്കൽ നിന്നത്രേ ഉയർച്ച വരുന്നത്. Now the question, ഇപ്പോൾ ഒരു ചോദ്യം, will everybody get promotions? എല്ലാവർക്കും ഈ ഉയർച്ച ലഭിക്കുമോ? No. ഇല്ല. Verse number 7. ഏഴാമത്തെ വാക്യം. God is a righteous judge. ദൈവം ന്യായാധിപതിയാകുന്നു. He puts one down. അവൻ ഒരുത്തനെ താഴ്ത്തുകയും and he lifts the other. മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. God is a righteous judge. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. You need to be righteous inside of my God. നാം ദൈവത്തിന്റെ മുമ്പാകെ നീതിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God looks at two things. രണ്ട് കാര്യങ്ങളെ ദൈവം നോക്കുന്നു. One, ഒന്ന്, God looks at our motives. ദൈവം നാം
എന്ത് കാര്യത്തിനായി അത് ചെയ്യുന്നു എന്നത് നോക്കുന്നു. When we start doing something, നാം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാനായി പോകുമ്പോൾ, when we are just putting our leg forward, ആ കാര്യം ചെയ്യുവാൻ നമ്മുടെ കാൽ വയ്ക്കുമ്പോൾ, God looks from above. ദൈവം ഉയരത്തിൽ നിന്ന് നോക്കുന്നു. God looks what my motive is. ദൈവം ഞാൻ എന്ത് കാര്യത്തിനായി അത് ചെയ്യുന്നു എന്നത് ദൈവം നോക്കുന്നു. What is the motive of Anish doing this? അനീഷ് ഇന്ന കാര്യം ചെയ്യുന്നതിന്റെ മോട്ടീവ് എന്തായിരിക്കുന്നു? God carefully examines that. ദൈവം അത് വളരെ വ്യക്തമായി അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. Second, രണ്ടാമത്, God looks at my deeds. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ ദൈവം നോക്കുന്നു. First, God looks at my motives. ഒന്നാമത് ഞാൻ എന്ത് കാര്യത്തിനായി ഇത് ചെയ്യുന്നു എന്നത് നോക്കുന്നു. Second, God looks at my deeds. രണ്ടാമത് എന്റെ പ്രവൃത്തിയെ ദൈവം നോക്കുന്നു. When I do something, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, is it righteous in the sight of God? അത് ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ളതായിരിക്കുന്നു? Or is it used to lift the name of God? അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടാണോ ചെയ്യുന്നത്? Or is it used to praise the name of God? അത് ദൈവത്തിന്റെ നാമം ഉയർത്തുവാനാണോ ചെയ്തിരിക്കുന്നത്? Or am I trying to lift myself? അതോ ഞാൻ എന്നെ തന്നെ ഉയർത്തുവാനാണോ ഇത് ചെയ്യുന്നത്? Many times പലപ്പോഴും we struggle in our life. നാം നമ്മുടെ ജീവിതത്തിൽ അധികം We പ്രയാസപ്പെടാറുണ്ട്. struggle in our employed life. നാം നമ്മുടെ ജോലി സ്ഥലത്ത് നാം ഭാരപ്പെടാറുണ്ട്. We say, നാം ഇങ്ങനെ പറയും, I am not getting promotions. അയ്യോ എനിക്ക് ഉയർച്ച ലഭിക്കുന്നില്ല. My boss is not giving me good salary. അയ്യോ എന്റെ യജമാനൻ എനിക്ക് നല്ല ശമ്പളം തരുന്നില്ല. Cheer up, my brother, my sister. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ സന്തോഷിപ്പേൻ. The good news is, നല്ല വർത്തമാനം പറയട്ടെ, it is Jesus who lifts you up. യേശുവാണ് നിങ്ങളെ ഉയർത്തുന്നത്. Humble yourself before him, ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ താഴ്ത്തുക. and he will lift you up. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. In my work life, എന്റെ ജോലി സ്ഥലത്ത് I have always humbled in the sight of God. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്താറുണ്ട്. I have never fought for promotion or salary hikes with my boss. ഞാൻ ഒരിക്കലും എന്റെ ബോസിന്റെ അടുക്കൽ എനിക്ക് ജോലിക്ക് കയറ്റം വേണമെന്നോ എനിക്കൊരു ശമ്പളത്തിന് വർധനവ് വരണമോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. I always leave it to God. ഞാൻ എപ്പോഴും അത് ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുന്നു. God sees the humble person. എന്തുകൊണ്ടെന്നാൽ ദൈവം താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം. God will lift you up step by step, giving you more and more blessing. ദൈവം നിശ്ചയമായും നിന്നെ പടിപടിയായി ഉയർത്തും, നിന്റെ മേൽ അനുഗ്രഹങ്ങളെ വർഷിപ്പാൻ ഇടയായി തീരും. But for that, എന്നാൽ അതിനായി I should not be having any enmity with anyone. അങ്ങനെ ദൈവത്തിന്റെ ഉയർച്ച നിന്റെ മേൽ വരണമെങ്കിൽ നീ ആരോടും ശത്രുത ഉണ്ടായിരിക്കാൻ പാടില്ല. Dear brother, sister, എന്റെ പ്രിയപ്പെട്ട സഹോദര if you are സഹോദരി, having enmity with anyone, നിങ്ങൾക്ക് മറ്റാരോടെങ്കിലും ശത്രുത ഉണ്ട് എങ്കിൽ cry out in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചാട്ടെ. Tell my Lord Jesus, യേശുവിനോട് പറഞ്ഞാട്ടെ, oh Father, I am sorry. എന്റെ ജീവിതത്തിൽ അങ്ങനെ കുറവ് വന്നു പോയി എന്ന് പറഞ്ഞാട്ടെ. I am sorry, Father. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാട്ടെ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Examine your life. നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിച്ചാട്ടെ. Sometimes you would have tried to lift yourself, ചിലപ്പോൾ നിങ്ങൾ തന്നെ അഹംഭാവത്തോടുകൂടി നിങ്ങൾ ഉയർത്തുവാൻ ശ്രമിച്ചു കാണും. and now you are in a desperate situation watching this television and you feel that I am left out. ഇന്ന് നിങ്ങൾ ഈ ടിവി സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ ഭാരങ്ങളുടെ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കാം. Cheer up, my brother. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി സന്തോഷിച്ചാട്ടെ. Cheer up, my sister. സഹോദരി സന്തോഷിച്ചാട്ടെ. The good news is, നിങ്ങൾക്കുള്ള നല്ല വർത്തമാനം, humble yourself in the sight of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തിയാട്ടെ. It is God who lifts up. ദൈവമാണ് നിങ്ങളെ ഉയർത്തുന്നത്. Look at your motives and deeds. Examine your motives and നീ deeds. എന്ത് കാര്യം ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യുന്നു എന്നത് നീ പരിശോധിച്ചാട്ടെ. If you do that, അങ്ങനെ നിങ്ങൾ ചെയ്താൽ, according to the word of God, ദൈവവചനം അനുസരണമായി, oh my God will surely lift you up. എന്റെ ദൈവം നിശ്ചയമായും നിങ്ങളെ ഉയർത്തും. My God will surely lift you up. എന്റെ ദൈവം നിശ്ചയമായും നിങ്ങളെ ഉയർത്തും. My God will surely lift you എന്റെ up. ദൈവം നിശ്ചയമായും നിങ്ങളെ ഉയർത്തും. God is a great God. ദൈവം വലിയ ദൈവം. He is the one who putteth up one and raiseth the other. ദൈവമാണ് ഒരുവനെ ഉയർത്തുകയും മറ്റൊരുവനെ താഴ്ത്തുകയും ചെയ്യുന്നത്. What a lovely God we have. എത്ര സ്നേഹമുള്ള നല്ല ദൈവം നമുക്കുണ്ട്. Praise God.